Hi everyone. Today we are gonna learn about should I and different ways to answer it. ഇന്ന് നമ്മൾ ഷുഡായിയെ കുറിച്ചൊരു ഷുഡായിൽ ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിൽ അതിന് മറുപടി പറയാം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. We use should I when we are asking advice, a suggestion or someone's opinion about what to do. Should I നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ആരോടെങ്കിലും നമ്മുടെ അഭിപ്രായങ്ങളോ സജഷൻസോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിച്ച് ഞാൻ അവിടെ പോകണോ, അത് ചെയ്യണോ, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് നന്നാവോ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ഷുഡായി. അങ്ങനെ ഒരു അഭിപ്രായം കിട്ടാനായിട്ടാണ് ഷുഡായി യൂസ് ചെയ്യുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഷുഡ് ഐ ബൈ ദിസ് ഡ്രസ്? Should I tell him the truth? Should I call her now? Should I join this course? Now we are gonna learn how to answer should I in different ways. ഇനി നമുക്ക് ഷുഡായിൽ ഒരാൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് മറുപടി പറയാൻ പറ്റും, ആൻസേഴ്സ് എങ്ങനെയൊക്കെ പോകുന്നു നമുക്ക് നോക്കാം. അത് എല്ലാ ആൻസറും ഷുഡ് വേണമെന്നില്ല കേട്ടോ. എല്ലാ ആൻസറിലും ഷുഡ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ നീഡ് അനുസരിച്ചൊക്കെ അതിന് ഡിഫറൻസ് വരും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഷുഡ് ഐ ലേൺ ക്രോഷ്യ? ഞാൻ ക്രോഷ്യ പഠിക്കണോ? അപ്പം ഇനി ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കാം. ലെറ്റ്സ് ആസ്ക് എ ക്വസ്റ്റ്യൻ. ഷുഡ് ഐ ലേൺ ക്രോഷ്യ? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരാളോട് ചോദിക്കാന്ന് വിചാരിക്കുക. അപ്പം അയാളെ മറുപടിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, യെസ് യു ഷുഡ്. ഓക്കെ, നീ പഠിച്ചോ, ഒരു കുഴപ്പമില്ല. നോ യു ഷുഡ്. അയ്യോ, നീ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, യു നീഡ് ടു ലേൺ ഇറ്റ്. നീ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെ കുറച്ച് നമ്മുടെ ആ ഒരു കണ്ടോ ഡിഫറൻസ് കണ്ട. ആദ്യം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചോ എന്നുള്ള രീതി. പിന്നെ ആവശ്യകത കൂടുകയാണ്, മനസ്സിലായില്ലേ? അതാണ് നീഡ് ഉപയോഗിച്ചത്. ഇനി അടുത്ത സെന്റൻസോ അവിടെ ആണ് സംഗതി മാറുക. യു മസ്റ്റ് ഓർ ഹാവ് ടു ലേൺ ഇറ്റ്. നീ നിർബന്ധമായിട്ടും അത് പഠിക്കണം. അവിടെ നമ്മൾ ഒരു ഓപ്ഷൻ ആ ആൾക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, ദർ ഈസ് നോ ചോയ്സ്. ഒരു ചോയ്സും ഇല്ല. ഓക്കെ, നിർബന്ധം ഫോഴ്സ്ഫുള്ളി പറയാണ് നീ പഠിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ. മസ്റ്റ്, ഹാവ് ടു ആൻഡ് ഹാസ് ടു, ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ നിർബന്ധിച്ചിട്ട് ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുക, നിർബന്ധിച്ച് ഒരാളോട് ഒരു കാര്യം പറയുമ്പം നമ്മൾ അത് അയാൾ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോഴാണ് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുക. എല്ലാത്തിനും ഒരേ ഒരു നിർബന്ധിത ആ അവസ്ഥ ഉണ്ടല്ലോ, ഫോഴ്സ് ചെയ്യുന്ന ആ ഒരു ഇത് ഈക്വൽ ആണ്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഹാവ് ടു ഹാസ് ടു ഒക്കെ നമ്മളിങ്ങനെ ഫ്രണ്ട്സിലും കാഷ്വലി ആയിട്ട് നമ്മൾ ഫാമിലിയായിട്ട് റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. മസ്റ്റ് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഒഫീഷ്യലി ആയിട്ട് ഉപയോഗിക്കും. മനസ്സിലായില്ലേ? ടീച്ചേഴ്സ് കുട്ടികളോട് പറയുമ്പോൾ, പ്രിൻസിപ്പൽ സ്റ്റുഡൻസിനോട് പറയും, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, ഇനി I'd recommend learning it. I would, അതിൻ്റെ കൺട്രാക്ഷൻ ആണ് കേട്ടോ. ഐ അപ്പോസ്ട്രഫി ഡി പറഞ്ഞാൽ കുറേ ഇതുണ്ട്. ഡിഡാവാം, പിന്നെ ഏതാ വുഡ് ആവാം, അങ്ങനെ കുറേ ഉണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞുതരും കേട്ടോ. ഒരു അപ്പോസ്ട്രഫി ഡി ഇട്ടാൽ അത് വുഡാണോ, ഡിഡാണോ, ഹാഡാണോ, പിന്നെ മറ്റേ കുഡാണോ എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. ഇപ്പം നമുക്ക് അത് പറഞ്ഞു തന്നാൽ ലെങ്തി ആയിരിക്കും. ഓക്കെ, വീഡിയോ. നൗ ലെറ്റ് മീ ഗിവ് യു എ സിനറിയോ. രണ്ട് ഫ്രണ്ട്സ് ഷോപ്പിൽ ഡ്രസ്സ് വാങ്ങാൻ പോയതാണ് കേട്ടോ. ഒരു കോൺവെർസേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഫ്രണ്ട് ചോദിക്കുക കേട്ടോ, വിച്ച് ഡ്രസ് ഷുഡ് ഐ ബൈ, ദ ബ്ലാക്ക് വൺ ഓർ ദ ബ്ലൂ വൺ? ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ വാങ്ങേണ്ടത് ചോദിക്കുക. അപ്പോൾ ഫ്രണ്ടിൻ്റെ റിപ്ലൈ ആണ്, വാട്ട് എവർ ഫ്ലൂട്ട്സ് യു ആർ ബോട്ട്, ബോത്ത് ആർ നൈസ്. നീ ഏതാണോ എടുക്കാൻ ഇഷ്ടപ്പെട്ടത് അതെടുത്തോ, രണ്ടും നല്ലതാണ്.
ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചത് ഒരു കാഷ്വൽ ഇഡിയമാണ് കേട്ടോ. വാട്ട് എവർ ഫ്ലോട്ട്സ് യുവർ ബോട്ട്. നിനക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അത് ചെയ്തോ, അല്ലെങ്കിൽ നിനക്ക് ഏതാണ് ഇഷ്ടം അതെടുത്തോ. നമ്മുടെ ഇഷ്ടത്തിന് വിട്ടിരുന്നപ്പോൾ പറയുന്ന ഒരു വാക്കാണ് കേട്ടോ, ഒരു ഇഡിയമാണ്, കാഷ്വൽ ഇഡിയമാണ് കേട്ടോ. നമ്മളിങ്ങനെ നോർമൽ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഇതിങ്ങനെ ഒഫീഷ്യലായിട്ട് നമുക്ക് എഴുതാനൊന്നും പറ്റില്ല, നമുക്ക് ഇങ്ങനെ കാഷ്വൽ ടോക്കിന് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് കൺക്ലൂഡ്. ഇത്രയൊക്കെയുള്ളൂ ഷുഡായിനെ കുറിച്ചിട്ടും അതിൻ്റെ റിപ്ലൈ ഒക്കെ എല്ലാ വിധത്തിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഇതിലൊന്നും നമുക്ക് മനസ്സിലാക്കാനോ പഠിക്കാനോ അറിയാനോ ഇല്ല. ഓക്കെ, that's for today's video. In the next video, we'll come back with a completely different topic. Until then, stay tuned, keep learning and keep practicing. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പറ്റാവുന്ന അത്രയും സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം കേട്ടോ. If you found this video helpful, please subscribe to my channel and share it with your friends. Thank you for watching. Take care and bye for now.